ഹായ് എവരിവൺ, ഐപ്ലസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. ദേവസ്വം ബോർഡ് എക്സാമുകളുടെ ഒരു സമയമാണ് അല്ലേ. ഇപ്പോൾ ഗുരുവായൂർ ദേവസ്വം ബോർഡിന്റെ LD ക്ലർക്ക് എക്സാം ഉൾപ്പെടെയുള്ള ഒരുപാട് തസ്തികകളിലേക്കുള്ള എക്സാം ഒക്കെ ഇപ്പോൾ അങ്ങോട്ട് കഴിഞ്ഞിട്ടേ ഉള്ളൂ. പഠിത്തത്തിന് റെസ്റ്റ് കൊടുക്കാനുള്ള സമയമല്ല ഇത്. ഉടൻ തന്നെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ LD ക്ലർക്കിന്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ പബ്ലിഷ് ചെയ്യപ്പെടും എന്നുള്ളതാണ് പുതിയതായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കുന്ന ഒരു ന്യൂസ് എന്ന് പറയുന്നത്. നോക്കൂ, ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ LD ക്ലർക്ക് ഉൾപ്പെടെയുള്ള 45 തസ്തികകളിലേക്കുള്ള നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ എല്ലാം റെഡി ആയിട്ടിരിക്കുകയാണ്. ഈ മാസം അവസാനം അല്ലെങ്കിൽ അടുത്ത മാസം ആദ്യം തന്നെ അത് പബ്ലിഷ് ചെയ്യപ്പെടും എന്നുള്ളതാണ്. അതിൽ നിങ്ങൾ ഏറ്റവും ഫോക്കസ് ചെയ്യേണ്ട ഒന്നാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ LD ക്ലർക്ക് പരീക്ഷ എന്ന് പറയുന്നത്. നിലവിൽ 124 ഒഴിവുകൾ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഈ ഒഴിവുകളുണ്ടെന്ന് 124 ഒഴിവുകൾ എന്ന് പറയപ്പെടുമ്പോൾ തുച്ഛമായ 124 ഒഴിവിന് വേണ്ടിയാണോ ഞങ്ങൾ മത്സരിക്കേണ്ടതെന്നുള്ളൊരു ചോദ്യം അവിടെ അവശേഷിക്കുന്നുണ്ടല്ലേ. അത് നമുക്ക് ഉടൻ തന്നെ ക്ലിയർ ചെയ്യാം. അതിനു മുമ്പ് പറഞ്ഞോട്ടെ, തൊട്ടു മുൻപുള്ള റാങ്ക് ലിസ്റ്റിൽ ആവശ്യത്തിന് ഉദ്യോഗാർത്ഥികളെ നിയമിക്കാൻ കിട്ടിയില്ല എന്നുള്ളൊരു പരാതി കൂടി നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ 124 ഒഴിവെന്ന് പറയുന്നത്. ഓക്കെ, ഇനി മുൻപ് നടന്ന പരീക്ഷയെ പറ്റി നമുക്ക് നോക്കാം. ലാസ്റ്റ് നോട്ടിഫിക്കേഷൻ വന്നത് 2022 അതിൽ നോട്ടിഫിക്കേഷനിലെ വേക്കൻസി ഇപ്പോൾ ഞാൻ 124 വേക്കൻസി ഉണ്ടാകുമെന്ന് പറഞ്ഞ സ്ഥാനത്ത് അന്നുണ്ടായിരുന്ന നോട്ടിഫിക്കേഷനിൽ 50 വേക്കൻസി ഉണ്ട് എന്ന് പറഞ്ഞായിരുന്നു എന്ത് വന്നത്, നോട്ടിഫിക്കേഷൻ വന്നത്. എന്നാൽ അന്നുണ്ടായ ലിസ്റ്റിൽ നിന്ന് 135 അഡ്വൈസ് ആണ് പോയത്. അതായത് 135 പേർക്ക് ജോലി ലഭിച്ചു എന്നുള്ളതാണ് ഈ ഒരു അവസരത്തിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. 1.5 വർഷം ഉണ്ടായിരുന്ന ലിസ്റ്റിന്റെ കാലാവധിയിൽ നിന്നുമാണ് ഇത്രയും അഡ്വൈസ് പോയത്. എന്നിട്ടും ആളെ തികയാതെ വന്നതിനാലാണ് ഇപ്പോൾ 124ഓളം വേക്കൻസികൾ ഉണ്ട് എന്ന് പറയപ്പെടുന്നു. അപ്പോൾ ഓർക്കുക, 50 വേക്കൻസി ഉണ്ടായിരുന്ന സമയത്താണ് 135 അഡ്വൈസ് പോയത്. അപ്പോൾ ഇപ്പോൾ 124 വേക്കൻസി ഉണ്ടെന്ന് പറയപ്പെടുന്നെങ്കിൽ അഡ്വൈസ് കുറച്ചും കൂടി അധികം പോയി. അതായത് റാങ്ക് ലിസ്റ്റ് നിലനിൽക്കുന്നിടത്തോളം കാലം ഉണ്ടാകാവുന്ന ആന്റിസിപ്പേറ്റഡ് വേക്കൻസി കൂടെ കണക്കൂട്ടിയാണ് ഇത്ര അഡ്വൈസ് പോകുന്നത് കേട്ടോ. ഇത് സപ്ലിമെന്ററി ലിസ്റ്റിനും കൂടെ, മെയിൻ ലിസ്റ്റിലുള്ള എല്ലാവരെയും ജോലിക്ക് എടുത്തു, സപ്ലിമെന്ററി ലിസ്റ്റിനും കൂടെ ആളിനെ എടുത്തിട്ടാണ് 135 അഡ്വൈസ് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഓർത്തിരിക്കുക, 2024 ഡിസംബർ 30 ഈ റാങ്ക് ലിസ്റ്റ് ക്യാൻസൽ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി വരാൻ പോകുന്ന നോട്ടിഫിക്കേഷൻ ഒന്നുകിൽ ജൂലൈ അല്ലെങ്കിൽ ഓഗസ്റ്റിലേക്ക് ഉണ്ടാവും. പറയപ്പെടുന്നത് പ്രകാരം 124 വേക്കൻസികളാണ് ഇതിൻ്റെ അകത്തുള്ളത്. അപ്പോൾ ഈ ഒരു അവസരത്തിൽ ഒരുപാട് പേരുടെ ജീവിതത്തിൽ ജോലി എന്നൊരു സ്വപ്നത്തിലേക്ക് വെളിച്ചം വീശിയ ഐപ്ലസ് നിങ്ങളോടൊപ്പം ഉണ്ട്. ദേവസ്വം ബോർഡ് LD ക്ലർക്ക് പരീക്ഷയുടെ കോഴ്സ് നമുക്കിപ്പോൾ അവൈലബിൾ ആണ്. വളരെ ഇൻറ്റൻസീവായ കോച്ചിങ്ങും നല്ല ക്രിസ്പ് ആൻഡ് ക്ലിയർ നോട്ട്സും ഒക്കെ ആയിട്ട് വളരെ നല്ലൊരു പാക്കേജാണ് ഐപ്ലസിൻ്റെത്. അപ്പോൾ എല്ലാവരും കൂടെ കൂടിച്ചേർന്ന് പഠിച്ചുകൊള്ളൂ. ഇതൊരു മികച്ച അവസരമാണ്, ഒരു കാരണവശാലും മിസ്സാക്കരുത്. താങ്ക്